മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. കഥ ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല സിസ്റ്റമാണ്. അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ള പറയുന്നു. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും. പൃഥ്വിരാജിന് ഇതൊന്നും കേട്ടിട്ട് സങ്കടം വരുന്ന ആളല്ല. അവന് എന്താണെന്നുള്ളത് സങ്കടം എന്ന് പറഞ്ഞാൽ അവൻ ഇതൊന്നും കാണിക്കാതെ എന്തൊക്കെയോ എഴുതി ചേർത്ത് എടുത്തതാന്ന് പറഞ്ഞ ധ്വനിയില് ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും. It's all business, ma'am. It's all business. Screwing up the psyche of the people and making money. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ എഴുതുന്നത്. ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. പക്ഷെ ഈ ആൾക്കാർ പറയുന്തോറും ആ പടത്തിന് ഫ്രീ പബ്ലിസിറ്റിയാണ്, ഫ്രീ ആയിട്ട് പബ്ലിസിറ്റിയാണ്. ആൾക്കാർ എത്രത്തോളം ആ പടത്തിനെ പറ്റി കൊള്ളില്ല, അയ്യോ ആ ഷോട്ട് കൊള്ളില്ല, ഇത് കൊള്ളില്ലെന്ന് പറയുമ്പോൾ അവർക്ക് പബ്ലിസിറ്റിയാണിത്. എന്ത് നല്ല പടമാണ്. എഴുതിയ ആളിനെതിരെ ഇല്ല, കാശ് മുടക്കിയവർക്കെതിരെ ഇല്ല. പ്രധാനപ്പെട്ട നടൻ എന്ന് പറഞ്ഞാൽ നടൻ മാത്രമല്ല, അദ്ദേഹത്തിന് ആശീർവാദമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഇവരെ ആരെയും പറയാതെ ഈ 6 മാസം ഇരുന്ന് ഓരോ വരിയും വായിച്ച് പഠിച്ച് കാണാതെ പഠിച്ച നടനും തിരക്കഥാകൃത്തും എല്ലാവരും ഒക്കെ ഇരുന്നുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഇത് വായിച്ചത്. ഓരോ ഷോട്ടും മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായ പ്രഗത്ഭനായ ചലച്ചിത്ര താരം അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ്. ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നല്ല പടമാണ്. വാസ്തവത്തിൽ പൃഥ്വിരാജ് വന്ന് അടുത്തത് ഒരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ആ പടത്തിൻ്റെ ഓരോ ഷോട്ടും എല്ലാം വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണ്, കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ള വേറെ ആരുമില്ലെന്ന്. എന്നേക്കാൾ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി. അതാണ് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ.